ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതത്തിനും ആത്മീയ ബലമേകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാറ്റിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് അധിക ബലം നൽകട്ടെ. ആത്മാവിനാൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് ഈ വചനം തിരുവചനത്തിലൂടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുന്നത് ആധുനിക സഭ നേരിടുന്ന വെല്ലുവിളികൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരള സഭയിൽ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ മാധ്യമങ്ങളും ഈ ലോകം മുഴുവനും സഭയെ എങ്ങനെ താറടിക്കാം, പൗരോഹിത്യത്തെ എങ്ങനെ നശിപ്പിക്കാം, സമർപ്പിതരെ എങ്ങനെ മോശമായി ചിത്രീകരിക്കാം എന്നുള്ള മത്സരത്തിലാണ്. ഒരാളുടെ തെറ്റുമൂലം അല്ലെങ്കിൽ കുറച്ചു പേരുടെ തെറ്റുമൂലം ഒരവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സഭയെ ഒന്നടങ്കം നശിപ്പിക്കുവാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം സാത്താന് നന്നായിട്ടറിയാം സഭയെ നശിപ്പിക്കാൻ, അതിൻ്റെ പൗരോഹിത്യത്തെ നശിപ്പിക്കുക, സഭയെ തകർത്ത് കളയുവാൻ, അതിലെ സമർപ്പിത ജീവിതത്തെ നശിപ്പിച്ച് കളയുക. ഒരു പരിധിവരെ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പയറ്റി വിജയിച്ച തന്ത്രമാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒരു കാലത്ത് സഭ വളരെ ശക്തമായിരുന്നു. ആയിരക്കണക്കിന് മിഷണറിമാർ, ആഴത്തിലുള്ള ദൈവവിശ്വാസം, ആഴത്തിലുള്ള പ്രാർത്ഥന, കുടുംബങ്ങളുടെ യോജിപ്പ്, ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിച്ചുള്ള ജീവിതം, ഇത് കണ്ട് അസ്വസ്ഥനായ സാത്താൻ ആദ്യം ആക്രമിച്ചത് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ പൗരോഹിത്യത്തെയാണ്. പൗരോഹിത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലമായി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സഭ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭ നശിച്ചപ്പോൾ അവിടുത്തെ കുടുംബങ്ങൾ നശിക്കപ്പെട്ടു, അജീവിത മൂല്യങ്ങൾ നശിക്കപ്പെട്ടു, യുവജനങ്ങളുടെ ജീവിതങ്ങൾക്ക് ലക്ഷ്യമില്ലാതായി. അതേ തന്ത്രം തന്നെയാണ് സാത്താൻ നമ്മുടെ കേരള സഭയിലും പയറ്റുന്നത്. കാരണം ഇന്ന് കേരള സഭയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അനേകായിരം മിഷണറിമാർ, പുരോഹിതരും അൽമായരും സന്യസ്തരും ലോകം മുഴുവനും പോയി വചനം പ്രഘോഷിക്കുകയാണ്. ഇത്രമാത്രം ശക്തവും തീക്ഷ്ണവുമായ സഭ ഇന്ന് ലോകത്തിൽ വേറെയില്ല. ഇത് കണ്ട് വിരളി പൂണ്ട സാത്താൻ, പിശാച്, ഒരു വൈദികന്റെ തെറ്റ് അതിൽ മുറുകെ പിടിച്ചുകൊണ്ട്
ആയിരക്കണക്കിന് അഭിഷേകമുള്ള വൈദികരും സിസ്റ്റേഴ്സുമുള്ള സഭയെ നശിപ്പിക്കാൻ ആധുനിക ലോകത്തിൻ്റെ സകല തന്ത്രങ്ങളും മാധ്യമങ്ങളും ആധുനിക മാധ്യമ ശൃംഖലകളും സർവശക്തിയോടുകൂടി ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. ആത്മീയ പോരാട്ടം എന്ന വാക്ക് തന്നെ വിശുദ്ധ പൗലോസ്ലീഹയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഏവരെയും ക്ഷണിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മെ ക്ഷണിക്കുകയാണ്. നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുക, അല്ലെങ്കിൽ ഈ ലോകത്ത് ദൈവരാജ്യം സാക്ഷാത്കരിക്കുക. 1 തിമോത്തി 6:12 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നല്ലൊരു പോരാട്ടം നടത്തുകയും എല്ലാറ്റിനേക്കാൾ ഉപരിയായി നിത്യജീവൻ, സ്വർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വർഗോന്മുഖമായി, ഓറിയന്റഡ് ടുവേഴ്സ് ദ ഹെവൻ, സ്വർഗോന്മുഖമായിട്ട് ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർഗം നേടുവാനുള്ള ഒരു ക്രിസ്ത്യാനിയുടെ പോരാട്ടമാണ് ആത്മീയ പോരാട്ടമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ആത്മീയ പോരാട്ടം എന്ന് പറയുമ്പോൾ സാത്താനെതിരെയുള്ള പോരാട്ടമായി മാത്രം ഇത് ചുരുങ്ങിപ്പോകാൻ പാടില്ല. ഒന്ന്, ഈ ലോകത്തിനെതിരെയുള്ള പോരാട്ടവും നമ്മുടെ ശരീരത്തിനെതിരെയുള്ള പോരാട്ടവും കൂടിയാണ്. ഈ ലോകത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച മനോഹരമായ ലോകത്തിനെതിരെയുള്ള പോരാട്ടമല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ കാലഘട്ടത്തിലുള്ള ലോകം, അതായത് അധപ്പതിച്ചുപോയ ലോകം, മനുഷ്യൻ പരസ്പരം കലഹിക്കുകയും വെറുപ്പും വിദ്വേഷവും മൂലം അധപ്പതിച്ചുപോയ മലിനമാക്കപ്പെട്ട ഒരു ലോകം, ഈ ലോകത്തിനെതിരെയുള്ള പോരാട്ടത്തെയാണ് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്ത് എഫേസൂസ് 6:11-12 വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഈ ആയുധങ്ങൾ ധരിക്കുന്നത് മലിനമാക്കപ്പെട്ട ലോകത്തെ ശുദ്ധീകരിക്കാനാണ്. മലിനമാക്കപ്പെട്ട നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനാണ്. കലഹങ്ങളും യുദ്ധങ്ങളും ഭൗതികവാദങ്ങളും ഉപഭോഗാസക്തികളും കൊണ്ട് നിറഞ്ഞൊരു ലോകം മലിനമാക്കപ്പെട്ട ലോകമാണ്. ഇത്തരത്തിലുള്ള ലോകം സാത്താൻ്റെ പിടിയിലാണ്. ദൈവം സൃഷ്ടിച്ച മനോഹരമായ സ്നേഹത്തിൻ്റെ ചൈതന്യമുള്ള ലോകമല്ല. സ്വാർത്ഥതയാൽ, പാപാസക്തിയാൽ അധപ്പതിച്ചു പോയൊരു ലോകം സാത്താൻ്റെ പിടിയിലാണ്. അങ്ങനെയുള്ള ഒരു ലോകത്തിൻ്റെ അധികാരി സാത്താനാണ്. 1 യോഹന്നാൻ 5:19 പഠിപ്പിക്കുന്നുണ്ട്: നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്, ലോകം മുഴുവൻ ദുഷ്ടന്മാരുടെ ശക്തി വലയത്തിലാണ്. അതായത് ഈ പാപവും അഹന്തയും സ്വാർത്ഥതയും അഹങ്കാരവും കലഹങ്ങളും യുദ്ധങ്ങളും ഭീകരതയും കൊണ്ട് നിറഞ്ഞ ലോകം സാത്താൻ്റെ അധികാര വലയത്തിലാണ്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ, ഒരു സിസ്റ്ററിൻ്റെ, ഒരു വിശ്വാസിയുടെ ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ മലിനമാക്കപ്പെട്ടിരിക്കുന്ന ലോകത്തിനെതിരെ ദൈവം തന്ന മുഴുവൻ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ഈ ലോകത്തിനെതിരെ പടപൊരുതുവാൻ. രണ്ടാമത് ശരീരത്തിനെതിരെയുള്ള യുദ്ധമാണ്.
നമ്മുടെ ശരീരം ജഡിക പാപങ്ങൾ നിമിത്തം മലിനമായി പോയിട്ടുണ്ടെങ്കിൽ ആ പാപാവസ്ഥയോടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ പുരോഹിതനും സിസ്റ്ററും അൽമായരും സഭ മുഴുവനും ലോകം മുഴുവനും അണിനിരക്കണം. ഗലാത്യരുടെ പുസ്തകം 5-ാം അധ്യായം 19 മുതൽ 20 വരെ മലിനമാക്കപ്പെട്ട ശരീരത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം. അപ്പം ഇതിലൂടെ നമ്മുടെ ശരീരം മലിനമാക്കപ്പെടുകയാണ്. അപ്പം ശരീരത്തിൻ്റെ ഈ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ക്രൈസ്തവ സഭ. അപ്പം ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്തണമെങ്കിൽ പകലിന് യോജിച്ച വിധത്തിൽ, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് യോജിച്ച വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെങ്കിൽ നാം നല്ലൊരു പോരാട്ടം നടത്തുകയും ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾക്ക്, ആസക്തികൾക്കെതിരെ പടപൊരുതി വിജയിക്കുകയും വേണം. ഗലാത്യ 5:17 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ വ്യാപാരങ്ങൾ ജഡത്തിനുമെതിരാണ്. ഈ ജഡമോഹങ്ങളാണ് നമ്മുടെ പൗരോഹിത്യത്തെ തകർക്കുന്നത്. ഈ ജഡമോഹങ്ങളാണ് നമ്മുടെ സമർപ്പണ ജീവിതത്തെ തകർക്കുന്നത്. ഈ ജഡമോഹങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നത്. അപ്പം സഭ മുഴുവനും ഒരുങ്ങി ഒരു ആത്മീയ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ വിശുദ്ധ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ശരീരത്തെയും ലോകത്തെയും മലിനപ്പെടുത്തുന്ന സാത്താനുമായുള്ള നിരന്തരമായൊരു പോരാട്ടത്തിലാണ്. മനുഷ്യൻ്റെ എല്ലാ ജീവിത മേഖലകളിലും പിടിമുറുക്കിയിരിക്കുന്ന യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, ദമ്പതികളെ, പുരോഹിതരെ, സന്യസ്തരെ, അൽമായരെ മുഴുവനെയും പല ഘട്ടങ്ങളിലായി പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സാത്താനെ, അതിൽ നിന്ന് ആ സാത്താൻ്റെ ബന്ധനങ്ങളെ ചിഹ്ന ഭിന്നമാക്കിക്കൊണ്ട് പൂർണ്ണമായൊരു വിടുതൽ, ഒരാത്മീയമായ വിടുതൽ നമുക്ക് ലഭിക്കണം. കാരണം നേരത്തെ സൂചിപ്പിച്ച ആ സർപ്പം, പാമ്പ്, ആ സാത്താൻ പത്രോസ്ലീഹ പറയുന്നത് പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പുരോഹിതരെ ആക്രമിക്കുന്നത്, അതാണ് സിസ്റ്റേഴ്സിനെ ആക്രമിക്കുന്നത്, അതാണ് അൽമായരെ ആക്രമിക്കുന്നത്. കാരണം സഭ എന്നും സാത്താന് ശത്രുവാണ്. സഭയെ നശിപ്പിച്ചാൽ ദൈവരാജ്യത്തെ നശിപ്പിക്കുക, കുടുംബങ്ങളെ തകർക്കുക, അങ്ങനെ ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കി കളയുക എന്നതാണ് സാത്താൻ്റെ തന്ത്രം. ഈ സാഹചര്യങ്ങളിൽ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കണമെന്ന് നിരന്തരം വിശുദ്ധ പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് ആയുധങ്ങൾ? ഒന്ന്, ദൃഢമായ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ഐ ബിലീവ് ഇൻ ഗോഡ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഏറ്റുപറയുന്നു. രണ്ടാമത്, ദൈവവചനത്തിലുള്ള ആശ്രയത്വം, വചനാഭിഷേകത്തോടുള്ള ഒരു ജീവിതം. മൂന്നാമത്, പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലാത്തവർ തളർന്നു പോകും, വീണുപോകും. കുടുംബങ്ങളിലുള്ള പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന. മറ്റൊന്ന്, പരിത്യാഗ പ്രവൃത്തികൾ. പാവപ്പെട്ടവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ നിറഞ്ഞ ഒരു ജീവിതം. നമ്മുടെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരനെ സുഖപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ പരിത്യാഗത്തോടു കൂടിയുള്ള ജീവിതം. മറ്റൊന്ന്, വിശുദ്ധ കുർബാന. കുർബാനയോളം ശക്തമായ
ഒരു പ്രാർത്ഥന കത്തോലിക്ക സഭയുടെ അടുത്തില്ല. ആധുനിക ലോകത്തെ തിന്മകളെ, ആധുനിക ലോകത്തിലെ സാത്താൻ്റെ കുതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ പരിശുദ്ധ കുർബാനയോളം ശക്തമായ ഒരായുധം കത്തോലിക്ക സഭയുടെ അടുത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയിലുള്ള ആശ്രയത്വമാണ്. അങ്ങനെ ആശ്രയിക്കുന്ന ഒരു പുരോഹിതനോ ഒരു സിസ്റ്ററിനോ അൽമായർക്കോ നമ്മുടെ കുടുംബത്തിനോ യാതൊരുവിധ ഇടർച്ചയോ തകർച്ചയോ ഒരിക്കലും ഉണ്ടാകുകയില്ല. മറ്റൊന്ന് കുമ്പസാരം. കുമ്പസാരം എന്ന കൂദാശ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന് നൽകിയ ദിവ്യ ഔഷധമാണ്. ഏത് മുറിവുകളും ഏത് പാപാവസ്ഥകളും ഉണക്കാൻ കഴിവുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മന്ത്രമാണ് വിശുദ്ധ കൂദാശയായ കുമ്പസാരം. അപ്പം ഈ ആയുധങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് സാത്താനെതിരെ പടവെട്ടണം. ആധുനിക ലോകത്തിലെ തിന്മയ്ക്കെതിരെ, കുതന്ത്രങ്ങൾക്കെതിരെ പടവെട്ടണമെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയും ആഹ്വാനം ചെയ്യുകയുമാണ്. 2 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 3 മുതൽ 4 വരെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. നമ്മുടെ ആയുധങ്ങളെല്ലാം വിശുദ്ധമാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല. നമ്മുടെ ആയുധങ്ങൾ വിശുദ്ധ കുർബാന, ദൈവവചനം, വിശ്വാസം, കുമ്പസാരം, ജപമാല, ഇവ ജഡികമല്ല. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തമാണ്. അപ്പോൾ ഇന്ന് ആധുനിക ലോകം സഭയെ ആക്രമിക്കുമ്പോൾ, തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ആയുധങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പടവെട്ടുവാൻ ഓരോ ക്രിസ്ത്യാനിയും ഈ ആയുധങ്ങളെ തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു നല്ല ആത്മീയമായ പോരാട്ടത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങണം. 2000 ഓഗസ്റ്റ് 4 വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിവസം കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവ് വൈദികരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മക്കളെ, ദൈവാനുഭവമില്ലാതെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്. ഇത് വൈദികരോട് മാത്രമല്ല, ഓരോ ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ നാനാജാതി മതസ്ഥരും ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു ഉപദേശമാണ് വർക്കി വിധേയത്തിൽ പിതാവ് നമ്മെ പഠിപ്പിച്ച്. ദൈവാനുഭവമില്ലാതെ ശുശ്രൂഷ മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം തകർക്കപ്പെടും. അപ്പം അതുകൊണ്ട് ദൈവാനുഭവത്തിലൂടെ ഓരോരുത്തരും അവരവരുടെ കടമകൾ നിർവഹിക്കാൻ പരിശ്രമിക്കണം. ഒരു പുരോഹിതൻ തൻ്റെ കടമ നിർവഹിക്കേണ്ടത് ദൈവാനുഭവത്തിലൂടെയാണ്. ഒരു സിസ്റ്റർ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ദൈവാനുഭവത്തിലൂടെയാണ്. ഒരു കുടുംബനാഥൻ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കേണ്ടത് ദൈവാനുഭവത്തിലൂടെയാണ്. അതുപോലെ കുടുംബനാഥയും നമ്മുടെ മക്കളും ഓരോ ക്രിസ്ത്യാനും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവാനുഭവത്തിലൂടെ തങ്ങളുടെ അനുദിന ജീവിതത്തെ പണിതുയർത്താൻ വേണ്ടിയാണ്. പ്രാർത്ഥന, പ്രാശ്ചിത്യ പ്രവൃത്തികൾ, മനപരിവർത്തനം, ഇവ കൂടാതെ നമ്മുടെ ജീവിതം പണിതുയർത്താൻ പരിശ്രമിക്കരുതെന്ന് അഭിവന്യ പിതാവ് പഠിപ്പിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9:29 നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: പ്രാർത്ഥന കൂടാതെ ഈ വർഗത്തെ പുറത്താക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ തിന്മകളുടെ ശക്തികളെ, നമ്മുടെ ജഡിക മോഹങ്ങളെ, നമ്മുടെ സ്വാർത്ഥതയെ, ഞാനെന്ന ഭാവത്തെ, നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ വിശ്വാസരാഹിത്യത്തെ പ്രാർത്ഥന കൊണ്ടല്ലാതെ പുറത്താക്കാൻ നമുക്ക് സാധിക്കില്ല. പ്രാർത്ഥനയിലൂടെ ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുക. നാഥനും രക്ഷകനും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഏത് കുടുംബത്തിനാണ് അനർത്ഥങ്ങൾ ഉണ്ടാകുക? നാം പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ നാം പ്രഖ്യാപിക്കുന്നത്
യേശുക്രിസ്തു എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ, എൻ്റെ ശുശ്രൂഷയുടെ നാഥനും രക്ഷകനുമാണ്. അപ്പോൾ എൻ്റെ ശുശ്രൂഷകൾക്കോ എൻ്റെ ജീവിതത്തിനോ എൻ്റെ കുടുംബത്തിനോ ഒരനർത്ഥവും വരാതെ യേശുക്രിസ്തു നോക്കിക്കൊള്ളും. യോഹന്നാൻ 16:33 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഒരവസരം കിട്ടിയപ്പോൾ ആധുനിക ലോകത്തില് സാത്താൻ അവൻ്റെ സകല കുതന്ത്രങ്ങളും സകല ശക്തിയും ഉപയോഗിച്ച് സഭയെ തോൽപ്പിക്കാൻ ആഞ്ഞടിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. യേശുക്രിസ്തുവിൽ ആശ്രയിക്കാൻ വചനം ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അവൻ ലോകത്തെ കീഴടക്കിയവനാണ്. നമുക്ക് സമാധാനം നൽകാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഈ ലോകം നൽകുന്ന സമാധാനമല്ല. നമുക്ക് പീഡകളും ഞെരുക്കങ്ങളും അപമാനങ്ങളും അവഹേളനകളും ലഭിക്കും. പക്ഷെ ശാശ്വതമായ വിജയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെതാണ്. ഏത് മുറിവുകൾ ഉണക്കുവാനും കർത്താവിന് സാധിക്കും. ഒരു പുരോഹിതൻ മൂലം അനേകം ക്രിസ്ത്യാനികൾ മുറിവേൽക്കപ്പെട്ടുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ കർത്താവിനെ നാഥനും രക്ഷകനുമായി പ്രഖ്യാപിക്കുമ്പോൾ ആ കർത്താവിന് 1000 അഭിഷേകമുള്ള വൈദികരെ നൽകാൻ സാധിക്കും. ആ കർത്താവിന് ആയിരക്കണക്കിന് അഭിഷേകമുള്ള ക്രിസ്ത്യാനികളെ സഭയ്ക്കും ലോകത്തിന് നൽകാൻ സാധിക്കും. കാരണം ലോകത്തെ തോൽപ്പിച്ചവനാണ്, പ്രലോഭനത്തെ തോൽപ്പിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം. യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് വിജയം ലഭിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 57-ാമത്തെ വാക്യം. കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുറിവുകളും വേദനകളും രോഗങ്ങളും അസ്വസ്ഥതകളും ജഡികാവസ്ഥകളും പാപാവസ്ഥകളുമെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നല്ലൊരു ആത്മീയ പോരാട്ടം നമുക്ക് നടത്താം. തിന്മകൾക്കോ ആസക്തികൾക്കോ നമ്മുടെ ജീവിതത്തെ നമുക്ക് വിട്ടുകൊടുക്കാതെ നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അഭയം തേടിക്കൊണ്ട് അത്ഭുതകരമായ വിടുതൽ സഭയ്ക്കും ലോകത്തിനും നമ്മുടെ കുടുംബത്തിനും ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ലോകത്തെ രക്ഷിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കാൽ കീഴിലാക്കി പിശാചിനെ സമാധാനത്തിൻ്റെ രാജാവായ ദൈവം തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതിലും വലിയൊരു ആശ്വാസ വചനം നമുക്ക് വേറെ ലഭിക്കാനില്ല. ഏത് അസ്വസ്ഥമായ അന്തരീക്ഷത്തിലും സഭയെ പിടിച്ചുയർത്തുവാൻ കെൽപ്പുള്ള വചനമാണ് നാം കേട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് അഭയം തേടാം. നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, നമുക്ക് വേണ്ടി കുരിശിൽ തൻ്റെ ചങ്കു കുത്തി തുറന്ന് രക്തവും വെള്ളവും ഒഴുക്കിയ കർത്താവ് നമുക്ക് സൗഖ്യം തരട്ടെ. നമ്മുടെ ആന്തരിക മുറിവുകൾ ഉണക്കട്ടെ. നമ്മുടെ കണ്ണുനീരിന് അവിടുന്ന് ഉത്തരം നൽകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും, എല്ലാ രോഗപീഠകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ കത്തോലിക്ക സഭയെയും നമ്മുടെ പൗരോഹിത്യത്തെയും നമ്മുടെ സന്യസ്തരെയും ആത്മായ ശുശ്രൂഷകരെയും നാനാജാതി മതസ്ഥരെയും ഈ ലോകത്തിന് മുഴുവനെയും കർത്താവായ ഈശോ രക്ഷിക്കട്ടെ. ഈശോ അത്ഭുതകരമായ സൗഖ്യം തരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.